പ്രണയത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാർക്കൊരു സന്തോഷ വാർത്തയുണ്ട്. അവരുടെ കാര്യത്തിൽ കോടതി ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു. അറിഞ്ഞോ? ഞാനും കണ്ടിരുന്നു ആ വാർത്ത. യെസ്, മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നാണ് അങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നത്. 7 വർഷം പ്രണയിച്ച കാമുകി പണി കൊടുത്തതാണോ ആ പാവപ്പെട്ട പുരുഷന്, ആ പാവപ്പെട്ട കാമുകന്. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചു. പക്ഷേ 7 വർഷം പ്രണയിച്ചു കഴിഞ്ഞു. പരസ്പരം ഉഭയസമ്മതത്തോട് ലൈംഗിക ബന്ധവും എക്സ്ട്രീം വരെ, അതായത് ഒരു പ്രണയത്തിന്റെ എക്സ്ട്രീം ആണല്ലോ സെക്സ് ലൈഫ് അല്ലെങ്കിൽ റിലേഷൻ എന്ന് പറയുന്നത്. അതുവരെ ചെന്നതിന് ശേഷം അപ്പോഴാണ് അവൾക്ക് തോന്നിയത് അതൊരു പീഡനമാണെന്ന്. ഉടനെ അവൾ പരാതി കൊടുക്കുന്നു. പാവത്തിന് 7 വർഷം കഠിന തടവിന് വിധിക്കുന്നു, ഇത്ര രൂപ പിഴ വിധിക്കുന്നു. പക്ഷേ കോടതിക്ക് അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഇനി ഇങ്ങനെയുള്ള പരിപാടി ഇവിടെ നടക്കുകയല്ല. കാരണം പ്രണയം അത് രണ്ടുപേരുടെ സമ്മതത്തോട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് 7 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും 2022 അവനെ ശിക്ഷിച്ചത്. 3 വർഷം ഓൾറെഡി കഴിഞ്ഞു. എന്തായാലും ആ തുക തിരിച്ചു കൊടുക്കാൻ വിധി വന്നിട്ടുണ്ട്. പക്ഷെ ആ ഇത്രയും നാള് അവൻ അനുഭവിച്ച ആ ശിക്ഷയ്ക്ക് എന്ത് തിരിച്ചടവ് നൽകും അല്ലെ? എന്ത് ചെയ്യും? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു നിയമം ഇപ്പോഴല്ല, കുറച്ച് കാലങ്ങൾ മുൻപേ തന്നെ വരേണ്ടതായിരുന്നു. അങ്ങനെയുള്ള നിയമങ്ങൾ പുരുഷന്മാർക്കൂടെ അനുകൂലമായിട്ട് എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ നടക്കുന്ന കലാപങ്ങൾ പോലെ, അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ ഉന്നയിക്കുന്ന പോലെ ഒരു പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞവർക്ക് ബഹളം ഉണ്ടാക്കേണ്ടി വരില്ലായിരുന്നു. കാരണം കുറച്ചൊക്കെ പുരുഷന്മാരുടെ വാക്കുകൾക്കും അവരുടെ പ്രവർത്തികൾക്കും വില കൊടുത്തിരുന്നുവെങ്കിൽ, എല്ലാ സമയത്തും ഒരിക്കലും നമുക്ക് പുരുഷന്മാരുടെ മാത്രം ഭാഗത്ത് മിസ്റ്റേക്ക് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോഴെന്നല്ല, കുറച്ച് കാലങ്ങളായിട്ടേ ഉണ്ട്. ഒരു 2 പേരുടെ സമ്മതത്തോടെ പ്രണയിക്കുന്നു, പ്രണയശേഷം അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം ഒരു ബെറ്റർ ലൈഫ്, കൂടുതലും അങ്ങനെ കണ്ടുവന്നിട്ട് ഉള്ളതല്ലേ, ഒരു ബെറ്റർ ലൈഫ് കിട്ടും. അപ്പോൾ ഈ ഉള്ള ഒരാളെ എങ്ങനെയും ഉപേക്ഷിക്കണം. അതിനുവേണ്ടി അത് പോക്സോ കേസിലേക്ക് ആക്കുന്നു. വർഷങ്ങളായിട്ട് പീഡനം നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം എല്ലാം വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തെ അല്ലെങ്കിൽ ജീവനെ തന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലുള്ള നടപടികൾ, അത് നമ്മുടെ നിയമം അതിന് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആണുങ്ങൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഒന്നും പറയാനില്ല. അവർക്ക് എങ്ങനെ തെളിയിക്കും, എങ്ങനെ നീതി നേടിക്കൊടുക്കും, അല്ലെങ്കിൽ എങ്ങനെ നീതി ലഭിക്കും എന്നുള്ളൊരു ചോദ്യചിഹ്നമായിരുന്നു. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ പുരുഷ കമ്മീഷൻ എന്നുള്ള ഒരു ആശയം കൊണ്ട് ഇവർ വന്നത്. തീർച്ചയായിട്ടും ആ തുല്യത വേണം. തീർച്ചയായിട്ടും. കാരണം ഈ പുരുഷ കമ്മീഷൻ എന്നൊരു ആശയം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറും അജിത് വട്ടിയൂർക്കാവ് അജിത്തും ഒക്കെ ചേർന്നിട്ട് ഇപ്പോൾ പാലഭിഷേകമൊക്കെ കഴിഞ്ഞ ദിവസം നടത്തി. അത് ചുക്കാൻ പിടിച്ചിരിക്കുന്ന പ്രിയങ്ക മോഹൻ എന്ന് പറഞ്ഞ സിനിമാ താരം, സീരിയൽ താരമാണ്. അങ്ങനെ വളരെ വിവാദപരമായ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. പാലഭിഷേകമൊക്കെ നടത്തിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ കട്ടൗട്ടിലാണ് അവർ പാലഭിഷേകമൊക്കെ നടത്തിയത്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ പ്രേക്ഷകർ വിചാരിച്ചത് എന്തിനാണ് പുരുഷ കമ്മീഷൻ. പക്ഷേ ഓരോ ദിവസത്തെ കേസുകളുടെ ഒരു രീതി എടുത്ത് നോക്കുമ്പോൾ, ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഈ അജിത്ത് വട്ടിയൂർക്കാവ് പറയുന്നത് പോലെ പുരുഷ കമ്മീഷൻ അത്യാവശ്യം തന്നെയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ഈ പറയപ്പെടുന്ന നമ്മുടെ ചർച്ചയിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട് പുരുഷ കമ്മീഷന്റെ ആവശ്യകതയെക്കുറിച്ച്. തീർച്ചയായിട്ടും പഠനങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ സംഭവങ്ങൾ കാണുമ്പോൾ ഇതിനെക്കുറിച്ച് ഇഴകീറി പരിശോധിക്കുമ്പോൾ ഓരോ കേസിന്റെയും അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ സ്ത്രീ വില്ലത്തിയായിട്ട് തന്നെ ഉണ്ട്. അത് ഒന്നെങ്കിൽ അവളുടെ അമ്മ അല്ലെങ്കിൽ അതേ വ്യക്തി തന്നെ. നിരപരാധികളായ പുരുഷന്മാർ എപ്പോഴും രക്ഷപ്പെടുക തന്നെ വേണം. അല്ലെങ്കിൽ പക്ഷേ ഇങ്ങനൊരു പുരുഷന്മാർക്ക് കേൾക്കാൻ വേണ്ടി ഒരു വശം ഇല്ലാതെ വരുമ്പോൾ സംഭവിക്കുന്നത് സ്ത്രീകളുടെ വാക്കുകൾ മാത്രം നിരപരാധികൾ ശിക്ഷിക്കപ്പെടും. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. അത് ഇതൊരു പുതിയ കേസ് അല്ല ആക്ച്വലി. പക്ഷേ തീരുമാനം, മദ്രാസ് കോടതിയുടെ തീരുമാനം വളരെ ക്രൂഷ്യലായിരുന്നു. അത് വളരെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. കാരണം ഇനി ഈ പ്രണയം എന്ന് പറയുന്നത് നമ്മൾ പ്രണയം വളരെ മനോഹരമായ ഒരു സംഭവമാണ് അല്ലെ. അതിൽ പ്രണയിക്കുക എന്ന് പറയുന്നത് അതിപ്പോ ഇന്നത്തെ കാലത്ത് സെയിം സെക്സ് അത് ഇതൊക്കെ ഉണ്ട്. എന്ത് തന്നെ ആയാലും 2 കൈയടിച്ചാൽ സൗണ്ട് ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ 2 പേര് ചേരുമ്പോഴാണ് പ്രണയം എന്നൊരു ഫീലിംഗ്, ഒരു വികാരം ഉണ്ടാവുന്നത്. അതിൽ 2 പേരുടെ സമ്മതത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം ഈ പറയുന്ന ഈ തേപ്പ് കടക്കാരിയായി മാറുന്നത് പെണ്ണാണ്. അന്നും ആൺകുട്ടികൾ പണ്ടും പരാതി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആരോടും പരാതി പറയാൻ പോയിട്ടില്ല, ഞങ്ങളാണ് ഇങ്ങനെ നിരാശ കാമുകനെ പോലെ നടക്കുന്നത്, അവളുമാർക്ക് ഒരു വിഷയമില്ല. എന്നിട്ട് അന്തസ്സായിട്ട് ഈ കാമുകനെ തന്നെ വിവാഹത്തിന് വിളിക്കുകയും ചെയ്യും. അവൻ അങ്ങനെ ചെന്നില്ലെങ്കിൽ, സപ്പോസ് പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് 10, 12, 13 വർഷമൊക്കെ പ്രണയിച്ചിട്ട് വീട്ടിൽ നിന്ന് ഒരു കാനഡക്കാരനോ അല്ലെങ്കിൽ അയർലൻഡുകാരനോ അല്ലെങ്കിൽ അന്നൊക്കെ മർച്ചന്റ് നേവി ഒരു സീറ്റാരമായിരുന്നു, മർച്ചന്റ് നേവിക്കാരൊക്കെ വരുവാണെങ്കിൽ ഉടനെ ഈ പാവപ്പെട്ടവനെ തഴഞ്ഞിട്ട് എടാ വീട്ടിൽ സമ്മതിക്കത്തില്ല, എനിക്ക് മരിക്കേണ്ടി വരും, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഗ്രാൻഡ് ആയിട്ട് ഒരു കോമഡി വെബ് സീരീസ് പോലെ ഈ സംഭവങ്ങളൊക്കെയാണ് കൂടുതലും മരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പറയുമ്പോൾ പാവപ്പെട്ട കാമുകൻ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നത് ഞാൻ സ്നേഹിച്ച പെങ്കൊച്ച്, അവൾ സന്തോഷമായിട്ട് ജീവിച്ചു. എന്നിട്ട് ആ ഹൃദയം പൊട്ടിക്കൊണ്ട് തന്നെ ആ മനുഷ്യൻ ആ കല്യാണം അവൾ കൂടിക്കും. നമ്മളും ഒക്കെ സ്ത്രീകളാണ്, പക്ഷെ ഇതൊക്കെ നമുക്കും അറിയാം. നമ്മുടെ കൂട്ടുകാരികൾ പലരും
നമ്മുടെ ഇവരുടെ കൂടെ പഠിച്ചവരെന്നല്ല, നമുക്ക് അറിയാവുന്ന പലരും ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം 10, 17, അതായത് അവരുടെ ഒരു 16 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ ഒരു വയസ്സറിയിച്ച പ്രായം തൊട്ട് സ്നേഹിച്ച കാമുകനെ അവരുടെ കല്യാണ പ്രായം ഒരു 26, 27 വയസ്സൊക്കെ ആകുമ്പോൾ മാന്യമായിട്ട് തേച്ചിട്ട് കല്യാണ കുറിയും കൊണ്ട് കൊടുത്ത് അവനെ വിളിക്കുക, ആ കല്യാണത്തിനും എൻഗേജ്മെന്റിനും വിരുന്ന് കാണലിനും ഒക്കെ അവനെ അങ്ങ് ക്ഷണിക്കുക, ഒരു മനസാക്ഷിയുമില്ലാതെ വന്ന് അത് പിന്നെ പോട്ടെ, അന്ന് അതങ്ങ് നിന്നു. അന്നത്തെ ആൺകുഞ്ഞുങ്ങളൊക്കെ പാവങ്ങളായിരുന്നു, അവരെ നിരാശയോടുകൂടി വേറൊരു വിവാഹം കഴിച്ച് ജീവിച്ചു. പക്ഷെ ഇന്നത്തെ ആൺകുട്ടികൾ പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെ തേച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അതിന് ഏറ്റവും വലിയ ഇര ആരായിരുന്നത് പൗർണമിക്ക് അറിയാലോ, ഷാരോൺ അങ്ങനെ എതിർത്താണ് ഷാരോണിന്റെ മരണകാരണം. കൊലപാതകം വരെ എത്തി നിൽക്കുക. അതാണ് ഷാരോൺ എതിർത്താണ് ഷാരോണിന്റെ മരണകാരണം. അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. പക്ഷെ ഈ പറയപ്പെടുന്ന ഗ്രീഷ്മ എതിർത്തു. അവള് ചിന്തിച്ചത് സെക്സ് ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് പക്ഷേ ഒരു ലൈഫ് ലോങ് നിന്നെ സഹിക്കാൻ പറ്റത്തില്ല. കാരണം അവന് സാമ്പത്തികമായിട്ട് അത്രയും കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് സെറ്റിൽ ആവണം, നിനക്ക് തരാം. നീ ആഗ്രഹിച്ചത്, എല്ലാ ആൺകുട്ടികളും ആഗ്രഹിക്കുന്നത് പെൺകുട്ടിയുടെ ശരീരമല്ല. അതിന്റെ ഒരു ഉദാഹരണമായിരിക്കാം മേ ബി ഷാരോൺ. അവൻ ചിന്തിച്ചത് അവളെ എനിക്ക് മൊത്തം കിട്ടിയ, അപ്പൊ എനിക്ക് ജീവിതത്തോടു കൂടി അവളെ കിട്ടണം, എനിക്ക് അവളെ സന്തോഷത്തിൽ ജീവിക്കണമെന്ന് ചിന്തിച്ചു. അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ ശരിക്കും അവന് വേണമെങ്കിൽ അവളെ ഉപേക്ഷിക്കാമായിരുന്നു. തീർച്ചയായിട്ടും കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷം ഷാരൂണിന് എന്താ ഉപേക്ഷിച്ചു? അവനെ കാണാനും നല്ലൊരു പയ്യനും കൂടെയാണ്. അവൻ അത് ചെയ്തില്ല, അവൻ നിർബന്ധം പിടിച്ചു. പക്ഷെ അവൻ സ്നേഹത്താൽ അന്ധനായി പോയി. അതൊരു സമയത്ത് ആ അന്ധതയാണ് പല പെൺകുട്ടികളും ഇന്ന് മുതലാക്കുന്നത്. അതിനെതിരെയാണ് രാഹുൽ ഈശ്വർ പറയുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. അതല്ലാതെ വെറും ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി അദ്ദേഹം പറയുന്നെങ്കിൽ നമുക്കത് ഒന്നും ചെയ്യാനില്ല. അല്ല, ഒരിക്കലും അതിനെ പബ്ലിസിറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം രാഹുൽ ഈശ്വറിന്റെ നിലപാടുകളിൽ 100-ൽ 99.9% എതിർക്കുന്നവരാണ് കൂടുതലും. അതെ, സത്യം. കാരണം പുള്ളിക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ല. പുള്ളി പറയുന്നതിനോട് പുള്ളി ഈ വേലി കെട്ടി ചുറ്റും ഓടുന്നതല്ലാതെ പുള്ളി അതിന്റെ കോറിലേക്ക് ഇറങ്ങി ചെല്ലത്തില്ല. പുള്ളി അത് നോക്കിയിരുന്നു പറയും. പക്ഷെ ഇക്കാര്യത്തില് രാഹുൽ ഈശ്വറിനെ എതിർക്കുന്ന ഈ 99.9 അല്ല, ഈ 100% ആളുകളും ഇൻക്ലൂഡിങ് സ്ത്രീകൾ രാഹുൽ ഈശ്വറിന്റെ ഈ ഒരു നിലപാടിനോട് സപ്പോർട്ട് കാണിക്കുന്നത്. അത് രാഹുൽ ഈശ്വർ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. രാഹുൽ ഈശ്വർ വളരെ അഭിമാനത്തോടെ പുള്ളി തന്നെ പറയുന്നുണ്ട്, എന്നെ എതിർക്കുന്നവർ പോലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് സപ്പോർട്ടാണ് നൽകുന്നത്. അപ്പോൾ ഇതിന്റെ ആവശ്യകത ഞാൻ മാത്രമല്ല മനസ്സിലാക്കിയത്. അതായത് ഞാൻ ഒരു പുരുഷനാണ്, പക്ഷെ എനിക്കെതിരെ ഒരു കേസ് വന്നപ്പോഴാണ്. ഇപ്പൊ ഹണി റോസിന് പറയാൻ പോലീസുകാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു പുരുഷനാണ്, ഞാൻ എവിടെ പോയി പറയും എന്ന ചിന്തയിൽ നിന്നാണ് ആ ഒരു കാര്യത്തെപ്പറ്റി കാര്യമായി ആലോചിച്ച് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നെന്ന് കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായും ഈ തുല്യത എന്ന് എല്ലാവരും വലിയ കാര്യമായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പോഴൊക്കെ തഴയപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ് പുരുഷന്മാർ. അപ്പോൾ അവരിൽ തന്നെ പലരും, അല്ലെങ്കിൽ നമുക്ക് പോലും തോന്നിയിട്ടുണ്ട്, ഓക്കെ സ്ത്രീകൾ നല്ലവരായിട്ടുള്ളവർ 2 വിഭാഗത്തിലുണ്ട്, അതുപോലെ തന്നെ മോശപ്പെട്ടവരും ഈ 2 വിഭാഗത്തിലുണ്ട്. അപ്പം 2 പേരിലും നിരപരാധികൾ എപ്പോഴും രക്ഷപ്പെടുക തന്നെ വേണം, അതുപോലെ അപരാധികൾ ശിക്ഷിക്കപ്പെടുകയും വേണം. അപ്പം അതിന് ഈ ഒരു കമ്മീഷൻ വരുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. കാരണം തുല്യത വേണം. ഈ പറയുന്ന പോലെ സ്ത്രീകളെല്ലാം ഇപ്പോഴും തുല്യതയ്ക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് തുല്യത പലയിടത്തും അവർ മേടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തുല്യരാകാതെ പോകുന്നത്, ശ്രദ്ധിക്കപ്പെടുക പോലും ചെയ്യാത്ത ഒരു സമൂഹം പുരുഷന്മാരുണ്ട്. എല്ലാവരും അല്ല. ഈ പറയുന്ന പോലെ വളരെ സ്ത്രീകളെ കണ്ണുകൊണ്ട് വരെ റേപ്പ് ചെയ്യുന്ന പുരുഷന്മാർ ജീവിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. പറയുമ്പോൾ നമുക്ക് ലജ്ജയുണ്ട്. പക്ഷെ ഒരു സ്ത്രീയെ കണ്ണുകൊണ്ട് എങ്ങനെ റേപ്പ് ചെയ്യാം, കണ്ണുകൊണ്ട് എങ്ങനെ പീഡിപ്പിക്കാം, അത് സ്വന്തമായിട്ട് കൈകൊണ്ടോ അല്ലെങ്കിൽ ദേഹം കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്കി വെള്ളവറക്കുക എന്നൊക്കെ നമ്മൾ പച്ച മലയാളത്തിൽ പറയുന്ന പോലെ അങ്ങനെ, അതായത് കണ്ണുകൾ കൊണ്ട് ഒരു സ്ത്രീയെ ഒഴിഞ്ഞു നോക്കി അവളെ ചില അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ നോട്ടം കണ്ടു ഇവന്ന് പെണ്ണിനെ കണ്ടിട്ടില്ലേ, അങ്ങനെ നോക്കുന്ന പുരുഷന്മാരെ അല്ല ഈ പറയുന്നത്. അല്ലാതെ ജെനുവിൻ ആയിട്ടുള്ള കുറേയധികം പുരുഷന്മാർ ഈ സമൂഹത്തിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. അവർക്ക് ഒരു ന്യായം, നീതി, അവരുടെ ഭാഗം ഒന്ന് കേൾക്കാൻ ഒരു നിയമത്താൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കമ്മീഷൻ അത് മസ്റ്റായിട്ടും വരണമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ കേസുകളും ഇപ്പോഴത്തെ ഈ വിധികളും കോടതിക്ക് വരെ മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഷാരോണിന്റെ കേസ് 1, രണ്ടാമത്തെ കേസാണ് ഇപ്പൊ ഈ മദ്രാസ് ഹൈക്കോടതി. സമീപകാലത്ത് ഇത്തരത്തിലുള്ള കേസുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് നല്ലൊരു ഭാവിക്ക് വേണ്ടി, അല്ലെങ്കിൽ വീട്ടുകാരറിയുമ്പോൾ ഇങ്ങനെ തെറ്റ് പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ തങ്ങളുടെ മക്കളെ സേഫ് ആക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഇപ്പൊ പറയാൻ പറ്റുന്നത് പുരുഷനെ മാത്രമേ ഉള്ളൂ, എന്നാൽ മാത്രമേ നടപടി ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെ ആ ഇഷ്ടത്തോടെയും സമ്മതത്തോടെയും ചെയ്ത കാര്യത്തിലെ നേരെ പീഡനമാക്കുന്നു, പിന്നെ കേസായി ആ ആളുടെ ജീവൻ എന്താവും അല്ലെങ്കിൽ ജീവിതം എന്താവും. കഴിഞ്ഞ ദിവസം തന്നെ അച്ഛനും അമ്മയും താമസിച്ചിരുന്ന വീട്ടിലെ മകള് മേളിലത്തെ റൂമിലാണ് താമസിച്ചിരുന്നത്. ആ വാർത്ത കേട്ടിരുന്നു എനിക്കറിയില്ല. 2.5 വർഷമായിട്ട് +2 പഠിക്കുന്ന മകളാണ്. 2.5 വർഷം, അച്ഛൻ ഗൾഫിലാണ്. 2.5 വർഷമായിട്ട് അവള് ഒരു ആൺ സുഹൃത്തിനെ വീട്ടിൽ വിളിച്ച് കയറ്റുന്നുണ്ട്.
ആൺസുഹൃത്തിനെ മാത്രം ഈ ആൺസുഹൃത്ത് അവൾ വിളിച്ച വേറെ സുഹൃത്തുക്കളെ കൂടെ അന്ന് പിടിച്ചു. അതാണ് ഈ വിഷയമാകാൻ കാരണം. അല്ല, നാട്ടിലുള്ളവർ പോലും അറിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ വീട്ടിലുള്ളവർ അറിയുന്നത് മകൾ തൊട്ട് മേളിൽ അവള് പഠിക്കാന്ന് പറഞ്ഞ മേളിലത്തെ റൂം റിസർവ് ചെയ്ത് കൊടുത്തിരിക്കുവാണ്. പുറത്തുനിന്ന് വാതിലുണ്ട്. ഓഫ് കോഴ്സ് മിക്ക 2 നില വീടുകൾക്കും ടെറസിലേക്ക് വാതിൽ, ഓപ്പൺ വാതിലുണ്ടാവും. ഓക്കെ, ഒരു കാമുകനെ ഓക്കെ, ബട്ട് 2-3 കാമുകന്മാരാണ്. ഇതെല്ലാവരും ഒരു കാമുകനെ വിടുന്നു, അതിനുശേഷം അടുത്ത ടൈമിംഗ് വെച്ച് അടുത്ത കാമുകനെ കയറ്റുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ നമ്മുടെ ചാനൽ ചർച്ച ചോദിച്ച പോലെ ഇത്രയ്ക്ക് ലൈംഗിക ദാരിദ്ര്യമാണോ നമ്മുടെ കേരള പെൺകുട്ടികൾക്ക്? ഇത്രയ്ക്ക് തരം താണു പോവുകയാണോ? അതുകൊണ്ടാണല്ലോ ഒരാളെ ഈ പറയുന്ന ഈ ഷെറിന്റെ കാര്യത്തിൽ, കാരണം കൊലക്കേസിലായാലും ഈ പറയുന്ന പോലെ നമ്മുടെ ഷാരൂൺ വധക്കേസിലായാലും ഈ പറയുന്ന പോലെ ആതിര കൊലക്കേസിലായാലും എല്ലാം തന്നെയും ലൈംഗികത തന്നെയാണ് ഇതിലെ പ്രശ്നം. അത് സ്ത്രീകളാണ് ഇതൊക്കെ മുൻകൈ എടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുരുഷന്റെ ഭാഗം ഈ പറയുന്ന ആതിരയുടെ കൊലപാതകം ചെയ്ത ആൾക്കും പറയാനുണ്ടാവും, ഒരു കാരണം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഭർത്താവും കുട്ടി ഇനി എന്ത് ചെയ്യും? ഭർത്താവും കുട്ടി അല്ല, ആതിരയുടെ കാമുകൻ എന്ന് പറയപ്പെടുന്ന കുത്തി കൊലപ്പെടുത്തിയ ആള് അദ്ദേഹം ഒരു പുരുഷനാണല്ലോ. അദ്ദേഹം ഒരു പുരുഷനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗവും കേൾക്കണം. കാരണം ഈ ആതിര ഇപ്പൊ എല്ലാവരും ആതിരയുടെ പുറകെയാണ്, അയ്യോ അങ്ങനെ വിളിച്ചു വരുത്തി കൊല്ലേണ്ട കാര്യമില്ലായിരുന്നു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് കൊന്നുകളഞ്ഞെന്ന് പറയുമ്പോഴും ഇവിടെ ആരാണ് പ്രതിയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ വില്ലത്തിയായിട്ട് വരുന്ന സ്ത്രീകൾ തന്നെയാണ്. അവരാണ് ഇതെല്ലാം വിളിച്ച് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഏറ്റവും കൂടുതൽ പണിയൊപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളും +1ഉം +2ഉം ഹൈസ്കൂളിലും പഠിക്കുന്ന പെൺകൊടികളാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു പുരുഷ കമ്മീഷൻ തീർച്ചയായിട്ടും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഒരു നിരപരാധികളായ പുരുഷന്മാരും പ്രണയത്തിന്റെ പേരിൽ ഇനി ശിക്ഷിക്കപ്പെടാൻ പാടില്ല.